My love, you're my panchasara. My love, you're my panchasara. So you na chai kada, having Pazham Pori. You're my panchasara. So you na chai kada, having Pazham Pori. Hello friends, welcome to Through the World Malayalam recipes. ഇന്ന് നമ്മുടെ കുറച്ച് നല്ല പഴുത്ത നാടൻ നേന്ത്രപ്പഴം ഉണ്ട്. അപ്പോൾ ഈ നല്ല പഴുത്ത നേന്ത്രപ്പഴം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് പഴംപൊരി ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഇന്നൊരു സമയം കിട്ടി. അപ്പോൾ നമ്മളിത് വെച്ച് പഴംപൊരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതിനൊന്ന് കഴുകി വൃത്തിയാക്കി രണ്ടറ്റം മുറിച്ച് കളഞ്ഞിട്ട് അതിനൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പഴം ഇങ്ങനെ സ്ലൈസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വറക്കണ ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് പഴം നടുമുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സ്ലൈസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ പഴം എങ്ങനെയോ എത്ര നേരിയതാക്കി ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇപ്പോഴത്തെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പഴംപൊരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമല്ല കൂടുതലുണ്ടാവും, മാവാണ്ടാവും. ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്ന ആൾക്കാരെ റെസ്റ്റോറൻറ്റിൽ ഇൻ്റർവ്യൂ ചെയ്യണത് അങ്ങനെ അത്ര ഒരു പഴം കൊടുത്തിട്ട് എത്രയും കനം കുറഞ്ഞ സ്ലൈസസ് ആക്കാൻ പറ്റും, അങ്ങനെയാണ് ഇത്ര ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു പഴം കൊണ്ട് ഒരു 3 സ്ലൈസ് അല്ലെങ്കിൽ 4 സ്ലൈസ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ മുക്കി പൊരിക്കാൻ നമുക്ക് കുറച്ച് മാവ് ഉണ്ടാക്കണം. മൈദമാവും അരിപ്പൊടി ഇട്ടിട്ട് മാവ് ഉണ്ടാക്കാം. അപ്പോൾ അതൊന്നും ഉണ്ടാക്കട്ടെ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദമാവ് എടുക്കാം കേട്ടോ. പിന്നെ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടുകയാണ്. പഴംപൊരിക്ക് ഒരു കളർ വേണ്ടേ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ് കേട്ടോ. പിന്നെ ഈ ബാറ്ററിന് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഇതാണ് എള്ള്, സിസമി സീഡ്സ് എന്ന് പറയുന്ന സാധനം. ഇതിപ്പോ ഒന്നും നമ്മൾ കഴിക്കണ പഴംപൊരികളിൽ ഇതൊന്നും ഇടാറില്ല. പക്ഷെ പണ്ട് കാലത്ത് നാട്ടിൻപുറങ്ങളിലൊക്കെ കിട്ടിയിരുന്ന പഴംപൊരിയിൽ ഇത് മുളച്ച് കാണുമായിരുന്നു പഴംപൊരിയുടെ മുകളിൽ ആ കറുത്ത മണികൾ. അപ്പൊ അത് ഞാൻ ഇടുകയാണ്, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ. ആദ്യം ഇതിനൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക നമുക്ക്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു മാവ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇതിലേക്ക് ഞാനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടിയും ഒരു 1/4 ടീസ്പൂണും കൂടി മഞ്ഞപ്പൊടിയും ഒരു നുള്ളു ഉപ്പ് ഇട്ടു കേട്ടോ, ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനൊരു പരന്ന അടി ബേസ് പരന്നിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി, കാരണം പഴം മര്യാദയ്ക്ക് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ തീയൊന്ന് ലോ മോഡിലാക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളിങ്ങനെ പഴം പീസുകൾ ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് 2 സൈഡ് നന്നായി ആ ബാറ്ററിൽ മുക്കുക. അതിനെ ഓരോന്നായിട്ട് എടുക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഇടുക. നമുക്കിതിനൊന്ന് മറിച്ചിടാം. ആ സൈഡും കൂടി ഒന്ന് ആവട്ടെ. ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ 2 സൈഡ് ആവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമുക്ക് ഇതിനാണ്ട് കോരിയെടുക്കാം. ഒരുവിധം മൊരിഞ്ഞുണ്ട്. അങ്ങനെ നമ്മുടെ ചായക്കടയുടെ ചില്ലുകൂട്ടിലിരിക്കുന്ന പോലത്തെ നല്ല സുന്ദരൻ പഴംപൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുട്ടികളും ഞാനൊക്കെ അങ്ങോട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കട്ടൻ ചായയും ഇതും കൂടി അങ്ങോട്ട് കഴിച്ച് ഉഷാറാക്കാൻ പോവാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.